ജിത്തു ജോസഫും ബേസിലും ഒന്നിക്കുന്ന ചിത്രമാണ് നുണക്കുഴി. സംഭവിച്ചു പോന്ന ചില കാര്യങ്ങളെ നുണകളും അതിനു മുകളിൽ നുണകളും പണിത് കെട്ടുന്നത് നുണകെട്ടിടമാണെങ്കിലും പതിക്കുന്നത് കുഴിയിലാണെന്നതിനാൽ നുണക്കുഴി എന്ന പേര് തന്നെയാണ് അനുയോജ്യം. സമാന്തരമായി പല കഥാപാത്രങ്ങൾ വന്നു പോകുന്ന സിനിമ ലളിതമായ കാഴ്ചകളും തമാശകളും ആഗ്രഹിക്കുന്നവരെ ഇഷ്ടപ്പെടുത്തും. എങ്കിലും എവിടെയും പറയാത്തതോ വരാത്തതോ ഇനി എന്ത് സംഭവിക്കുമെന്ന് പ്രേക്ഷകരെ ആകാംക്ഷ തോന്നിക്കുന്നതോ ആയ ചിത്രമല്ല നുണക്കുഴി. തുടക്കം മുതൽ പ്രേക്ഷകൻ വലിയൊരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നുമില്ല. എബി സക്കറിയ എന്ന കഥാപാത്രമാണ് ബേസിൽ അവതരിപ്പിക്കുന്നത്. വലിയ കോടീശ്വരനും കമ്പനി മാനേജിംഗ് ഡയറക്ടറും ഒക്കെയാണെങ്കിലും എബി സക്കറിയ എന്ന വലിയ പക്വതയും വന്നിട്ടില്ലാത്ത ഒരു പയ്യന്റെ അബദ്ധങ്ങളിൽ തുടങ്ങുന്ന വലിയ പരമ്പരകളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ അവന്റെ മാത്രം അബദ്ധത്തിലേക്കെത്തി അവസാനിക്കുകയാണ്. ബേസിൽ ജോസഫിന്റെ നമ്മുടെ പയ്യനെന്നോ അയൽപ്പക്കത്തെ കുട്ടി എന്നോ ഉള്ള ഇമേജ് നുണക്കുഴിയിലും പ്രവർത്തിക്കുന്നുണ്ട്. ബേസിലിന്റെ നായികയല്ലെങ്കിലും സിനിമയിലുടനീളം ഗ്രേസ് ആന്റണിയാണ് ബേസിലിനോടൊപ്പം വരുന്നത്. ഏതാനും കോഴിത്തരങ്ങൾ ചിലരെ കുഴിയിൽ ചാടിക്കുന്നതും അവർ അപ്പോൾ തോന്നുന്ന നുണകളിൽ സഞ്ചരിക്കുന്നതും അത് മടുപ്പിക്കാതെ അവതരിക്കുന്നതും സിനിമാ പ്രേക്ഷകർക്ക് ആസ്വാദ്യകരമാക്കും. എങ്കിലും ഇതൊക്കെ നമ്മൾ മുമ്പെപ്പോഴോ കണ്ടതല്ലേ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. മൈ ബോസ് പോലൊരു മികച്ച തമാശകളോ ദൃശ്യം, നേരി, കൂമൻ, 12th മാൻ തുടങ്ങിയ അന്വേഷണാത്മക സിനിമകളോ അല്ലാതെ തീർത്തും അതിസാധാരണമായ ഒരു സിനിമ മാത്രമാണ് നുണക്കുഴി. ഒരു പക്ഷേ താരനിബിഡമായ ഒരു അന്തരീക്ഷം ആ സിനിമ എല്ലാ സമയത്തും പിന്തുടരുന്നതിനാൽ സിനിമയിലെ നായകൻ റിച്ച്മാനെ പോലെ സിനിമയ്ക്കും റിച്ച്നെസ് അനുഭവപ്പെടും. കൂമൻ, 12th മാൻ തുടങ്ങിയ സിനിമകളുടെ തിരക്കഥ എഴുതിയ KR കൃഷ്ണകുമാറാണ് നുണക്കുഴിയുടെയും തിരക്കഥാകൃത്ത്. ആ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ KR കൃഷ്ണകുമാറിന്റെ ചുവടുമാറ്റമോ വ്യത്യസ്തമോ ആയ പ്രമേയമാണ് ഈ ചിത്രം. അച്ഛന്റെ മരണശേഷം കമ്പനിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ബാവയാണ് താനൊരു MD ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന റിച്ച്മോൻ എന്ന എബി സക്കറിയ. ആളൊരു MD ആണെങ്കിലും അയാൾക്ക് അതിനുള്ള പക്വതയൊന്നുമില്ലെന്ന് മാത്രമല്ല, ഇത് എവിടെ വേണമെങ്കിലും പറയാനും അത് തെളിയിക്കാൻ തന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് കാണിക്കാനും അയാൾക്ക് മടിയുമില്ല. വീട്ടുകാർ വാവയെന്ന് വിളിച്ച് കല്യാണം കഴിച്ചിട്ടും വാവയായി തുടരുന്ന അയാൾ ചെയ്തു വെക്കുന്ന അബദ്ധങ്ങളാണ് സിനിമയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിലാണ് സിദ്ദീഖ് അവതരിപ്പിക്കുന്ന ബാമകൃഷ്ണൻ എന്ന ഇൻകം ടാക്സ് ഓഫീസറും എത്തുന്നത്. ആദ്യ പകുതിയിൽ സിദ്ദീഖാണ് സിനിമയിൽ പൂണ്ട് വിളയാടുന്നത്. മദ്യപാന രംഗങ്ങൾ തന്റേതാക്കി മാറ്റുന്ന സിദ്ദീഖിന്റെ കഴിവ് ഈ സിനിമയിലും കാണാനാവും. നേരത്തെ എന്നാലും എന്റെ അളിയ എന്ന സിനിമയിലും സിദ്ദീഖ് മദ്യപിച്ച് രസകരമായി അവതരിപ്പിച്ചിരുന്നു. രണ്ടാം പകുതിയിലാകട്ടെ സിദ്ദീഖിന് പകരം ബൈജു സന്തോഷാണ് പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നത്. കൂടെ അസീസ് നെടുമങ്ങാടും ചേരുന്നതോടെ പ്രേക്ഷകർക്ക് ചിരിക്കാനുള്ള വകയൊരുക്കുന്നുണ്ട്. ഒരു സാധാരണ സിനിമ എന്ന നിലയിൽ മറ്റു വലിയ പ്രത്യേകതകളൊന്നും നുണക്കുഴിക്ക് എടുത്തു പറയാനില്ല. എങ്കിലും ശരാശരി പ്രേക്ഷകരെ ഈ സിനിമ നിരാശപ്പെടുത്തിയില്ല. ഒരു ദിവസം രാവിലെ മുതൽ പിറ്റേന്ന് രാവിലെ വരെയാണ് ഈ ചിത്രം സംഭവങ്ങൾ അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങൾ മിക്കവരും ഒറ്റ കോസ്റ്റ്യൂമിലാണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന കൗതുകവുമുണ്ട്. സരിഗമ ബെഡ് ടൈം സ്റ്റോറീസ്, യൂട്രി ഫിലിംസ് എന്നിവരുടെ ബാനറിൽ വിക്രം മെഹ്റ, സിദ്ധാർത്ഥ് ആനന്ദകുമാർ എന്നിവർ ചേർന്നാണ് നുണക്കുഴി നിർമ്മിച്ചിരിക്കുന്നത്.